വേഗം എനിക്ക് ജോലി തന്നാൽ നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ ആയിക്കൊള്ളാം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വേറെവർ ഐ ഗോ, വാട്ട് എവർ ഐ ഡു, ഐ ലൈക്ക് ടു പ്രസന്റ് ജീസസ്. നേരെ മറിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ കുറച്ചുകൂടി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും കുറച്ചുകൂടി ദുഃഖിതനാവുകയും അസൂയാലു ആവുകയും അസ്വസ്ഥനാവുകയും ചെയ്താൽ നമ്മൾ ദൈവാത്മാവിന്റെ ചൈതന്യമുള്ള ആളുകളെ അല്ല. പക്ഷെ ഈ ഒരു അന്തസത്ത ഇന്നത്തെ തലമുറ മനസ്സിലാക്കി വരുന്നില്ല. പലരും ജെൻഡർ ഇക്വാളിറ്റിനെ തെറ്റായ രീതിക്ക് മനസ്സിലാക്കി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വിമൻ എംപവർമെന്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറെ അടിമുന്നി പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അത് മാം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവാനുള്ളൊരു വേ ആയിട്ടാണ് അവർ കരുതുന്നത്. ബെത്ലഹേം ടിവിയുടെ ടീച്ചേഴ്സ് ലോഞ്ച് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ സൗഹൃദ സംഭാഷണത്തിലായിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ 33 വർഷത്തെ അധ്യാപന സേവനം അനുഷ്ഠിച്ച ഡോക്ടർ ആൻസി ജോസഫ് മാം ആണ്. മാമിനെ ഏറെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ആദ്യമേ തന്നെ നമുക്ക് ടീച്ചറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ട്. ടീച്ചറിന്റെ ഇടവകയെ പറ്റിയിട്ടും രൂപതയെ പറ്റിയിട്ടും ഒന്ന് കൂടുതലൊന്ന് പറയാമോ? ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ആൻസി ജോസഫ്, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ അധ്യാപികയായിരുന്നെന്ന് മോള് പറഞ്ഞല്ലോ. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പാലാ രൂപത അംഗമാണ്. അരുവിത്ര ഇടവകക്കാരിയാണ്. എൻ്റെ ജന്മസ്ഥലം കൊഴുവനാലാണ്. ഞാൻ പഠിച്ചതൊക്കെ പാലാ അൽഫൻസ കോളേജ്, സെൻറ് തോമസ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് PG വരെ പഠിച്ചത്. സ്കൂളുകളിൽ ഞാൻ കോൺവെൻറ്റ് സ്കൂളുകളിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭകാലം മുതൽ ഒരു സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ, ഒരു ആത്മീയ അവബോധം കൂടി ലഭിക്കത്തക്ക സാഹചര്യത്തിലാണ് എനിക്ക് വളരാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് വേഗം ഒരു ജോലി ലഭിക്കണം, ടീച്ചറാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു, സഹോദരങ്ങളൊക്കെ അധ്യാപകരാണ്. ഒരു അധ്യാപകരുടെ കുടുംബത്തിൽ പെട്ട ആളാണ് ഞാൻ. അപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു, വേഗം എനിക്ക് ജോലി തരണേന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും. വേഗം എനിക്ക് ജോലി തന്നാൽ നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ ആയിക്കൊള്ളാം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് എൻ്റെ കോളേജിലെ MAയുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് അറിയുന്നതിന് മുമ്പേ തന്നെ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് വെച്ച് എനിക്ക് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിലും തുടർന്ന് അൽഫൻസ കോളേജിലും ജോലി ലഭിച്ചു. ഈ 2 കോളേജിലും മാറി മാറി ഞാൻ ലീവ് വേക്കൻസിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സെൻറ് ഡൊമിനിക്സിൽ പെർമനൻ്റായി. സുദീർഘമായൊരു സർവീസ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ദൈവത്തോട് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷനോടൊപ്പം തന്നെ ആത്മീയ ശുശ്രൂഷ, എന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ദൈവാരൂപിയിൽ, ദൈവ ചൈതന്യത്തിൽ വളർത്തിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അധ്യാപനത്തോടൊപ്പം ആത്മീയ ശുശ്രൂഷകളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കോളേജിലെ ജോലിയുടെ ഒപ്പം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാരിഷ് കൗൺസിലിൽ അംഗമായിട്ടും രൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ അംഗമായിട്ടും കേരള കാത്തലിക് കൗൺസിലിൻ്റെ അംഗമായിട്ടും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗമായിട്ടും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ഏതൊരവസരത്തിലും കുഞ്ഞുങ്ങൾക്ക് ഒരു ആത്മീയ സന്ദേശം നൽകുവാനായിട്ട്, അവർക്കൊരു പ്രചോദനാത്മകമായ ഒരു സന്ദേശം നൽകുവാൻ അവസരം ലഭിച്ചാൽ ഞാൻ ഒരിക്കലും നോ പറയാറില്ല. നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റ്, അമ്മമാരുടെ സംഘടന, പിതൃവേദി, വിൻസെൻ്റ് ഡി പോൾ, നമ്മുടെ ഏത് തരത്തിലുള്ള ചർച്ചുമായി ബന്ധപ്പെട്ട ഏത് ഒരു സമ്മേളനത്തിലും സംസാരിക്കാൻ വിളിച്ചാൽ എനിക്ക് സന്തോഷത്തോടു കൂടി പോകാൻ ഇഷ്ടമാണ്. ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അധ്യാപനത്തോടൊപ്പം കൗൺസിലിങ്ങും കൂടി ചെയ്യേണ്ടത് ഒരു ടീച്ചറിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ജോലിയിൽ കയറിയപ്പോൾ മുതൽ ഞാൻ ആ ഒരു ശുശ്രൂഷയിലും കൂടി പ്രാഗൽഭ്യം ആർജിക്കുവാൻ വേണ്ടി അന്ന് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെയും ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും സ്പിരിച്വൽ കൗൺസിലിങ്ങും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം ഒരു കൗൺസിലറായിട്ടും ഒരു പരിശീലകയായിട്ടും ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും ഒരു HR ട്രെയിനറായിട്ടും ഞാൻ എൻ്റെ സേവനങ്ങൾ സമൂഹത്തിന് നൽകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടനവധി മേഖലകൾ മാം കൈകാര്യം ചെയ്യുന്നുവല്ലോ. അവിടെയൊക്കെ ഈശോയെ എങ്ങനെയാണ് മാമിന് കൊണ്ടുവന്ന് കൊടുക്കാൻ സാധിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണല്ലോ. മോളുടെ പേര് ഷിൽനയുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണത്. വേറെവർ ഐ ഗോ, വാട്ട് എവർ ഐ ഡു, ഐ ലൈക്ക് ടു പ്രസന്റ് ജീസസ് ത്രൂ മൈ തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്. അത് ഞാൻ ഡയറക്റ്റായിട്ട്
വ്യക്തമായിട്ടൊന്നും ആളുകളോട് പറയാറില്ലെങ്കിലും എൻ്റെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ അതാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സഹവാസം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരാളുടെ മനസ്സിന് കുറച്ചുകൂടി ഊർജവും ആത്മാവിൽ അല്പം പ്രകാശവും വീശാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവൃത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, വിശ്വസിക്കുന്നതും. നേരെ മറിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ കുറച്ചുകൂടി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും കുറച്ചുകൂടി ദുഃഖിതനാവുകയും അസൂയാലു ആവുകയും അസ്വസ്ഥനാവുകയും ചെയ്താൽ നമ്മൾ ദൈവാത്മാവിൻ്റെ ചൈതന്യമുള്ള ആളുകളെ അല്ല. ദൈവാത്മാവിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സൗഹൃദം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് ആളുകൾക്ക് ഉന്മേഷവും ഉണർവും ജീവിതത്തിൽ പ്രത്യാശയും സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനും പരിശ്രമിക്കുവാനുള്ള ഒരാഗ്രഹവും കൂടുതൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു വിശ്വാസവും കരുത്തുമൊക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആരുടെ കൂടെയാണോ ദൈവമുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നത്, ആ വിശ്വാസം ധൈര്യമാണ്. ആ ധൈര്യമാണ് നമ്മളെ പ്രവർത്തനോന്മുഖരാക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് ഞാൻ ഒത്തിരി ബോധപൂർവവും സദാസമയം സ്ഥാനത്തും അസ്ഥാനത്തും എന്ന് വേണം പറയാം, ഞാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരിലേക്ക് വിശ്വാസം ഇങ്ങനെ പകർന്നു കൊടുക്കുമ്പം ഒത്തിരി അധികം ചലഞ്ചസ് നേരിട്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്താണെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഈശോയിൽ നിന്നും അകന്നു പോണ രീതിയിലും സൂയിസൈഡ് അതുപോലെ മറ്റു രീതിയിലേക്കൊക്കെ വ്യതിചലിക്കുമ്പം എങ്ങനെയാണ് മാം ഇതിനെയൊക്കെ ഓവർകം ചെയ്തത്? അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഗോഡ് കൗണ്ട്സ് അവർ അറ്റംപ്റ്റ്സ്, നോട്ട് അവർ അച്ചീവ്മെൻറ്റ്സ്. നമ്മുടെ എല്ലാവരുടെയും പരിശ്രമങ്ങളാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്. നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് അത്ര പ്രസക്തിയുള്ള കാര്യമല്ല. നമ്മുടെ അറ്റംപ്റ്റുകൾ ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ കൊണ്ട് മിക്ക സ്ഥലങ്ങളിലും എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യാശയുടെ കിരണം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ അതിനൊരു ഉപകരണം ആക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു കഥ കൂടി പറയാറുണ്ട് കുട്ടികളോട്. കൊച്ചുകുട്ടികളോടൊക്കെ പറയുമ്പോൾ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഇന്നും ഞാൻ കുട്ടികളെ കണ്ടിരുന്നു. അവരോട് പറഞ്ഞൊരു കഥ പെട്ടെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഒരിക്കൽ ഒരു അപ്പനും മകനും കൂടി ഒരു ബോട്ടിൽ കയറി ചുമ്മാതെ ഒരു സന്തോഷയാത്ര നടത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് കടലിൻ്റെ രൂപവും ഭാവവും മാറി തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. കുട്ടി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. കുട്ടിക്ക് ഭയം തോന്നി. അപ്പോൾ അപ്പൻ ശാന്തതയോടുകൂടി ബോട്ട് തുഴഞ്ഞുകൊണ്ട് മുന്നോട്ട് തിരികെ പോരാൻ ശ്രമിക്കുകയാണ്. കുട്ടി അപ്പനെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പന് പേടിയാകുന്നില്ലേ? ഞാൻ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോഴപ്പൻ പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുന്നു. പക്ഷെ കുട്ടിക്ക് ധൈര്യം എടുക്കാൻ സാധിക്കുന്നില്ല. അവൻ വാവിട്ട് നിലവിളിച്ചപ്പോൾ അവസാനം അപ്പൻ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു പേനാക്കത്തി, ആ പേനാക്കത്തി എടുത്തിട്ട് അവൻ്റെ കഴുത്തിന് നേരെ ഇങ്ങനെ പിടിച്ചു. കുട്ടി ഞെട്ടിപ്പോയി. കുട്ടി ഞെട്ടിപ്പോയിട്ട് ഉടനെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഉടനെ അപ്പൻ ചോദിച്ചു, നിൻ്റെ കഴുത്തിനടുത്ത് ഞാൻ കത്തി കൊണ്ടുവന്നിട്ട് നീ എന്താണ് പൊട്ടിച്ചിരിക്കുന്നത്? ഉടനെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു പേടിയില്ല, അപ്പൻ്റെ ഓമന മകനാണ് ഞാൻ. അപ്പന് ആണും പെണ്ണുമായിട്ട് ഞാൻ ഒരാളേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പവും അപ്പൻ വരുത്തിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. ഉടനെ അപ്പൻ ചിരിച്ചിട്ട് പറഞ്ഞു, മകനെ, ദൈവത്തിൻ്റെ ഓമന മക്കളാണ് ഞാനും നീയും. ദൈവം ഈ കൊടുങ്കാറ്റാകുന്ന കൊച്ചായുധം എടുത്തെന്ന് വിചാരിച്ച് ഞാൻ നിനക്കൊരു അപകടവും വരുത്തുകയില്ലെന്ന് നിനക്ക് ഉറപ്പുള്ളതുപോലെ നമുക്കൊരു അപകടവും വരുത്തുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം. ഏത് പ്രതിസന്ധികളിൽപ്പെട്ട് നമ്മൾ ഉഴറിയാലും, എത്ര പ്രതിബന്ധങ്ങളുടെ തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്, ധൈര്യപൂർവ്വം നിൽക്കാൻ സാധിക്കുന്നത് വിശ്വാസമുള്ളപ്പോഴാണ്. വിശ്വാസമാണ് ധൈര്യം. ധൈര്യമാണ് നമ്മളെ പ്രവർത്തനോന്മുഖരാക്കുന്നത്. അല്ലാത്ത ആളുകൾ ജീവിതത്തിൽ നിന്നും പിന്തിരിഞ്ഞോടും, ഭയപ്പെട്ടോടും, ആത്മഹത്യയിലേക്ക് പോകും, മുറിയടച്ച് ഡിപ്രഷന് അടിമപ്പെട്ടിരിക്കും. ഞാൻ എല്ലാ കുട്ടികളോടും പറയാറുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾ വളരെ പ്രസന്നവദനരായി, ഉത്സാഹഭരിതരായി, ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്ന ആരെ വേണമെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവരുടെ ഉള്ളിൽ അടിയുറച്ച ദൈവവിശ്വാസമുണ്ട്. അവരേകരാണ് എങ്കിൽ വലിയ കാര്യങ്ങൾ സാധിക്കില്ലെന്ന് അവർക്കറിയാം. എ മാൻ വിത്ത് ഗോഡ് ഈസ് എ ഹീറോ, എ മാൻ വിത്തൗട്ട് ഗോഡ് ഈസ് എ സീറോ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് അസ്വാഭാവികമായ കാര്യങ്ങൾ, അസാധാരണ കാര്യങ്ങൾ, അസാധ്യ കാര്യങ്ങൾ വരെ ചെയ്യുവാനുള്ള കരുത്ത്, ശക്തി, വണ്ടർഫുൾ തിങ്സ് അവരിലൂടെ സംഭവിക്കും. ആ ഒരു ശക്തി കുഞ്ഞുങ്ങൾക്ക്, കണ്ടുമുട്ടുന്ന ആളുകൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുമൊക്കെ സംഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും പത്രവാർത്തകളിലൂടെയൊക്കെ ഞാനിങ്ങനെ ഈ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്.
അങ്ങനെയാണ് ഞാൻ ഈശോയെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. നിരാശ ഉള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു, ഒരു ചെറുപ്പക്കാരൻ ചില അധിക്ഷേപ വാക്കുകൾ സഹിക്കാൻ സാധിക്കാതെ സാമ്പത്തിക പ്രതിസന്ധിയാൽ വിഷമിച്ച അവസരത്തിലും കൂടിയാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ്. സാമ്പത്തിക പ്രതിസന്ധിയും ചില അപമാനങ്ങളും അവഗണനകളും സഹിക്കാൻ സാധിക്കാതെ അവൻ്റെ ജീവിതത്തിൽ തന്നെ അവൻ പിന്മാറിക്കളഞ്ഞു. ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ പല കുട്ടികളും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ധൈര്യമില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കുട്ടികളെ ചിന്തിപ്പിക്കാറുണ്ട്. മാം വിശ്വാസത്തെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ യൂത്ത് കൂടുതലായിട്ടും പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഗാമോഫോബിയ കണ്ടുവരുന്നു. ലേറ്റ് മാരേജസ്, കരിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വഴി അവർ മാരേജ് വേണ്ട, അല്ലെങ്കിൽ തന്നെ മാരേജിലേക്ക് കടന്നാൽ തന്നെ കുട്ടികൾ ഉടനെ ഒന്നും വേണ്ട എന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് മാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ അനുദിനം യുവതികളെയും യുവാക്കന്മാരെയും കാണുന്നുണ്ട്, ചെറിയ ബാലികാ ബാലന്മാരെയും കാണുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ ഇപ്പോൾ കുട്ടികൾ പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആകണമെന്നാണ് പറയുന്നത്. ഡിപ്പെൻഡൻസിയാണ് മാരേജ് എന്ന് പറയാറുണ്ട്. ഗാമഫോബിയ എന്ന് പറഞ്ഞാൽ വിവാഹത്തോടുള്ള ഭയം, അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളോടുള്ള വിമുഖത, അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നാണ് അർത്ഥം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിലും അർദ്ധനാരീശ്വര സങ്കല്പമാണ്. സ്ത്രീയോ പുരുഷനോ ഏകരായിരിക്കുന്നത് അപൂർണതയാണ്. സ്ത്രീയും പുരുഷനും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവികമായൊരു പദ്ധതിക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ ദൈവമക്കൾക്ക്, നല്ല ദൈവികതയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനായിട്ടുള്ള ആ ഒരു പദ്ധതിയാണ് കുടുംബജീവിതം എന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മുടെ ക്രിസ്ത്യൻ വാല്യൂവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നാളിതുവരെയും ബട്ടർഫ്ലൈസിനെ പോലെ സ്വതന്ത്രരായി വിഹരിച്ചിരുന്ന പെൺകുട്ടികൾ നല്ല അണിഞ്ഞൊരുങ്ങി സ്വന്തമായിട്ട് ജോലിയുണ്ട്, എഡ്യൂക്കേറ്റഡാണ്, എംപ്ലോയിഡാണ്. അപ്പോഴേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തിൽ ഇങ്ങനെ വിഹരിക്കുമ്പോൾ ജീവിത പങ്കാളി ചില റിസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തുന്നു, എൻ്റെ സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുന്നു എന്നൊക്കെ അവർ ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല എന്ന് കരുതാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് വിദേശത്ത് പോകണം, പഠിക്കണം, ജോലി വാങ്ങണം, സ്വന്തമായൊരു വീടുണ്ടാക്കണം, ഞാൻ അവിടെ താമസിക്കും. അവിടെ വയസ്സായവരെ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മാരേജ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവൾ കരുതുന്നേയില്ല. അപ്പോൾ ഈ ബയോളജിക്കലായിട്ട് നമ്മൾ ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ചിന്തിച്ചാലും ഏത് സ്പീഷീസ് നിലനിൽക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് നമുക്ക് വിവാഹ ജീവിതം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരുടെ സംയോഗം, അവരുടെ ജീവിതം. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇത്ര വിഷമകരമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആൺകുട്ടികൾക്ക് ഒരു പരിധി വരെയും ഇപ്പോഴത്തെ കുട്ടികളുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ചയും മനസ്സിലാക്കി അതിന് അനുസരിച്ച് തത്തുല്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി അംഗീകാരം കൊടുത്തുകൊണ്ട്, പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തുവാനായിട്ട് അവരുടെ അറിവില്ലായ്മയും അതിനകത്തുണ്ട്. കാരണം നമ്മുടെ ട്രഡീഷണൽ സെറ്റപ്പിൽ വളർന്നു വന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളാണവർ. കാലക്രമേണ ഇത് മാറി മാറി വരുന്നുണ്ട്. ഞാൻ എൻ്റെ എംഫിലും PhD വിമൻ സ്റ്റഡീസിലാണ് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ, സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് സുസ്ഥിതിക്ക് ആൻഡ്രോജൈനസ് സൊസൈറ്റീസ് വേണമെന്നാണ്. ആൻഡ്രോജൈനസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വളർത്തുകയും ധാരണയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു, പുരുഷൻ സ്ത്രീയുടെ ശിരസ്സാണ്. പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുന്നു. പുത്രീ, നീ നിൻ്റെ പിതൃഭവനത്തെ മറന്നു കളയുക. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് തുണയും ഇണയുമായി, സംരക്ഷകനായി, സന്തോഷം നൽകുന്ന ഒരു സുഹൃത്തായി ഒരു പുരുഷൻ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ആ പുരുഷനോട് സ്നേഹത്തിൽ വിധേയമായിരിക്കുവാനുമാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം
പുരുഷനോട് സ്ത്രീകൾക്ക് ഒരു വിധേയത്വം വേണം, അത് വേണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീകളോടും ആ വിധേയത്വം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും ആ വിധേയത്വം എന്ന് ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൽ നിന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്, സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുമ്പോൾ ഒരുമിച്ചുള്ള ആലോചനകൾക്കെല്ലാം ശേഷം അവസാനമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട അവസരം വരുമ്പോൾ രണ്ടുപേരിൽ മറ്റേ ആൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പുരുഷൻ സ്ത്രീയോട് ആലോചിക്കേണ്ടെന്നോ സ്ത്രീയെ ഭരിക്കണമെന്നോ അടിച്ച് അമർത്തണമെന്നോ ഒന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ല. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷൻ തൻ്റെ ഭാര്യയെ സ്നേഹിക്കട്ടെ. ക്രിസ്തു തൻ്റെ സഭയെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചത് എല്ലാം സഹിച്ച്, എല്ലാ വേദനകളും ഉൾക്കൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും സ്വയം ഏറ്റെടുത്തുകൊണ്ട് സഭാമക്കൾക്ക് വേണ്ടി ജീവിതം ബലിയായി കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ സ്നേഹിക്കാനാണ് പുരുഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അന്തസ്സത്ത ഇന്നത്തെ തലമുറ മനസ്സിലാക്കി വരുന്നില്ല. പലരും ജെൻഡർ ഇക്വാളിറ്റിനെ തെറ്റായ രീതിക്ക് മനസ്സിലാക്കി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വിമൻ എംപവർമെന്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറെ അടിയൂന്നി പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പൊ മാം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവാനുള്ളൊരു വേ ആയിട്ടാണ് അവർ കരുതുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റാണ്. സെക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺസ്ട്രക്റ്റാണ്, അല്ലെങ്കിൽ ദൈവം തന്ന ഡിഫറൻസാണ്. ജെൻഡർ എന്ന് പറയുന്ന ആ കാര്യം സമൂഹം ഡിഫൈൻ ചെയ്യുന്ന സ്ത്രീ പുരുഷ റോളുകൾ, ആ ഉച്ചനീചത്വങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ആ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചെല്ലാം നമ്മൾ ഒത്തിരി വായിക്കുന്നുണ്ട്. പക്ഷേ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി, അല്ലെങ്കിൽ ഈക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒത്തിരി പെൺകുട്ടികൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. പുരുഷനെ പോലെ ആയിരിക്കുക, പുരുഷനെ പോലെ സംസാരിക്കുക, പുരുഷൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുക, പുരുഷൻ്റെ ഹെയർ സ്റ്റൈൽ സ്വീകരിക്കുക, ബോഡി ലാംഗ്വേജ് സ്വീകരിക്കുക, അങ്ങനെ പലതരത്തിലും ഒരു തെറ്റായ ധാരണയിലൂടെ അവർ ഈ ജെൻഡർ ഈക്വാളിറ്റിയെ വ്യാഖ്യാനിക്കാറുണ്ട്. ഫെമിനിസ്റ്റ് തിങ്കിങ്ങിൽ തന്നെ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഫെമിനിസത്തിൽ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ സ്ത്രീകൾ അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ അല്ലെങ്കിൽ ടാലൻസ്, അവരുടെ കഴിവുകൾ, സിദ്ധികൾ, സാധ്യതകൾ എല്ലാം വളർത്തി സമൂഹത്തിൻ്റെ നന്മയ്ക്കും അവരുടെ നന്മയ്ക്കും വേണ്ടി വളർത്തിയെടുക്കുക, ഉപയോഗിക്കുക, ആ ഒരു അഭിമാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ ഈ കഴിവുകൾ വളർത്തുവാൻ പരിശ്രമിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്ത് അവരെ അംഗീകരിച്ച് ആദരിച്ച് തോളോട് തോൾ ചേർന്ന് വളരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാം ഇപ്പോൾ സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ പ്രായോഗിക തലത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഒരു സമൂഹം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുറെ താത്വിക ചിന്തകൾ ഉണ്ടെങ്കിലും അതിൽ അടിയൂന്നി വിശ്വസിക്കുന്നവർ കുറവാണ്. പല രീതിക്ക് പല മാർഗങ്ങളിൽ ചിന്തിക്കുന്നവരാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതനുസരിച്ച് തന്നെ കല്യാണത്തിന് ശേഷമാണെങ്കിൽ പോലും ആ പിതൃഭവനം ഉപേക്ഷിക്കാൻ പെൺകുട്ടികൾ തയ്യാറാവുന്നില്ല. പിന്നീടും തുടർകാലത്തും അവരുടെ മാതാപിതാക്കളുടെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ ഫാമിലി ലൈഫിൽ കാണാം. അത് ഒത്തിരി പേരെ ഡൈവോഴ്സിന്റെ വക്കിലേക്ക് വരെ എത്തിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. മാമിന്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഇതിനെ കലർത്തി പറയാമോ? തീർച്ചയായിട്ടും അത് വളരെ വസ്തുനിഷ്ഠമായും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മൾ പിതൃഭവനത്തെ മറന്നു കളയാൻ പറയുമ്പോൾ വാത്സല്യം നൽകി പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിച്ചു വിട്ട മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം. ഇമോഷണൽ ബോണ്ടിങ്ങും ഏറ്റവും അറ്റാച്ച്മെൻറ്റും ഏറ്റവും അധികം സ്നേഹവും ബഹുമാനവും വിവാഹത്തിൻ്റെ തലേന്ന് വരെയും നമ്മുടെ പിതാവിനോടും അമ്മയോടും സഹോദരങ്ങളോടൊക്കെയാണ് നമുക്ക്. പക്ഷേ വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അവളുടെ ഭർത്താവിനാകണം. അതുപോലെ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ അമ്മ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീയായിരുന്നു. പള്ളിയിൽ ചെന്ന് വൈദികൻ്റെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് തൻ്റെ ഭാര്യയാകാൻ വന്നിരിക്കുന്ന കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിലെ ആ പ്രയോറിറ്റി ലിസ്റ്റിൽ, പ്രധാനപ്പെട്ട ആളുകളുടെ ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് തൻ്റെ ഭാര്യയെ എടുത്തു വയ്ക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. ഭാര്യയ്ക്ക് ഒന്നാം സ്ഥാനം നൽകുന്ന പുരുഷൻ സമാധാനത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അവിടെ അമ്മയ്ക്ക് ഒന്നാം സ്ഥാനം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഭവനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകും. അതുപോലെ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ വന്നു കഴിഞ്ഞാലും ഏതൊരു കാര്യത്തിനും അഭിപ്രായം ചോദിക്കുന്നതും അനുവാദം ചോദിക്കുന്നതും പപ്പ മമ്മി എന്ന് വിളിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ അസ്വാരസ്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം
ഒരു വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ഒരു ഷോപ്പിങ്ങിനെ കുറിച്ച് ഒരാൾ എന്നോട് പറയുകയുണ്ടായി. പെൺകുട്ടിയുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ പെൺകുട്ടിയുടെ ഭാവി ഭർത്തൃമാതാവും സഹോദരങ്ങളും ജീവിത പങ്കാളിയും ചില കളറുകളൊക്കെ സെലക്ട് ചെയ്തു. പെൺകുട്ടി ഓരോ സെക്കൻഡിൽ സ്വന്തം മാതാപിതാക്കളുടേതും കേൾക്കുന്നില്ല, ഓരോ സെക്കൻഡിലും തൻ്റെ ബ്യൂട്ടീഷ്യനെ ഫോൺ വിളിച്ചിട്ട് ഇതെനിക്ക് മാച്ചാണോ എന്ന് ചോദിച്ച് അവരുടെ ഡയറക്ഷൻസ് അനുസരിച്ച് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ ഭർത്തൃ മാതാപിതാക്കൾക്ക് വലിയൊരു സങ്കടം തോന്നിയെന്ന് പറഞ്ഞു. സ്വന്തം അച്ഛനോടും അമ്മയോടും ചോദിച്ചാലും കുഴപ്പമില്ല, സഹോദരങ്ങളോട് ചോദിച്ചാലും കുഴപ്പമില്ല, ഇനി ഇവിടെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരോട് ചോദിച്ചാലും കുഴപ്പമില്ല, അവരെ ആരെയും വിശ്വാസത്തിലെടുക്കാതെ വിദൂരത്തായിരിക്കുന്ന എക്സ്പേർട്സിനെ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ അല്ല, അവർക്ക് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച്, ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് കൺസെപ്റ്റ് ഒക്കെ അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാമെന്നൊരു തോന്നലിലാണെങ്കിലോ അവരെ വിളിച്ച് സംസാരിച്ച് ചോദിക്കുന്നു. അപ്പോൾ മോളെ, അതിനകത്ത് നമ്മൾ ഇന്ന് ദേവാലയങ്ങളിൽ കാണുന്ന സങ്കടകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരു പ്രൊഫഷനെയും അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിലെ ഒരു വേദന ഞാൻ പങ്കുവയ്ക്കുകയാണ്. ദേവാലയത്തിൽ നടക്കുന്ന വിശുദ്ധമായൊരു ശുശ്രൂഷയാണ് വിവാഹം എന്ന കൂദാശം. ആ സമയത്ത് വധൂവരന്മാർ ദൈവത്തോട് ശിഷ്ടായുസ് ഏക മനസ്സോടുകൂടി സുഖത്തിലും ദുഃഖത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഏക മനസ്സായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ, മരണം വരെയും ഒരു മനസ്സായിട്ട് ജീവിക്കാനുള്ള കൃപ ലഭിക്കണമേ എന്ന് അതിതീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ട നിമിഷങ്ങളാണ്. അവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുകൾ വെറുതെക്കാരല്ല, അപരിചിതരല്ല, യാത്രക്കാരല്ല. അവിടെ വന്നിരിക്കുന്നവർ ഈ 2 കുട്ടികളുടെയും ബന്ധുമിത്രാദികളും സ്നേഹിതരും പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികളുമാണ്. അവരുടെ ഹൃദയത്തിൽ ഉയരേണ്ട പ്രാർത്ഥന എന്താണ്? ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ നവവധൂവരന്മാർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകണമേ, ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ട ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ, നല്ല മക്കളെ ലഭിക്കാനൊക്കെ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട, എല്ലാവരും ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തേണ്ട ഒരു സമയമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചിലപ്പോൾ ഉയരുന്നില്ല. നിങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ട് ഞാൻ പറയുന്നതിനോട് യോജിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മനസ്സിലൊരു വേദന കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ശരീരത്തിൻ്റെ ഭംഗി പ്രകടിപ്പിക്കുവാനായിട്ടുള്ള ഒരു വേദിയാണോ? നഗ്നമായ തോളും ശരീരത്തിൻ്റെ ഇത്രയും ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് പള്ളിയിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് ദേവാലയത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള വ്യക്തികൾക്കൊക്കെ മാനസികമായ ഒരു ബുദ്ധിമുട്ട് തോന്നത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണം ഡിസൈൻ ചെയ്തത് ഈ കുട്ടിയുടെ അമ്മയായിരിക്കില്ല, കുട്ടിയുടെ വുഡ് ബി മദർ ഇൻ ലോ ആയിരിക്കില്ല, ഏതോ സ്ഥലത്ത് ബിസിനസ് കൺസേൺ ആയിട്ടിരിക്കുന്ന ചില ഷോപ്പ് ഉടമകളും ഏതെങ്കിലും ഫാഷൻ ഡിസൈനേഴ്സോ ആകാം. അവരുടെ ഇഷ്ടാനുസരണം അനുസരിച്ച് മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് പോലെ ശരീരപ്രദർശനം നടത്തിക്കൊണ്ട് വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിൽ തടസ്സം ഉണ്ടാകില്ലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികൾ അപ്പോൾ തിരിച്ചെന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട്, വിദേശ രാജ്യങ്ങളിൽ ഷോർട്ട്സും ചെറിയ ഉടുപ്പുകളും ഒക്കെ ഇട്ടുകൊണ്ടാണല്ലോ ആളുകൾ നടക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ശരീരപ്രദർശനം എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അവർ എപ്പോഴും ചെറിയ പ്രായം മുതൽ അങ്ങനെ കാണുന്നത് കൊണ്ട് അവരത് ശ്രദ്ധിക്കുന്നതേയില്ല. അവർക്കത് ഒരു വിഷയവുമല്ല, ആരും അത് ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചു കുട്ടിയെ പോലും നമുക്ക് അങ്ങനെ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് എൻ്റെ മനസ്സിലെ ഒരു സങ്കടമാണ്. ഞാൻ പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറയാറുണ്ട്. ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചിന്താക്കുഴപ്പം ഉണ്ടാകണമെന്നില്ല, പക്ഷേ പലപ്പോഴും എൻ്റെ പോലും ഏകാഗ്രത പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. നമ്മുടെ പ്രാർത്ഥനാനുഭവത്തിൽ നമ്മൾ മാറിപ്പോകാനിട വരും. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ടീച്ചേഴ്സ് ലോഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കായി ക്ലാസ് എടുത്താം ഡോക്ടർ ആൻസി ജോസഫ് മാമിനെ പേരിൽ നമുക്ക് ദൈവത്തോട് നന്ദിയോടെ ഓർക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരിക്കാം. May God bless you.